ഡിയർ സ്റ്റുഡൻസ്, രണ്ടാം വർഷ ബിസിനസ് സ്റ്റഡീസിൻ്റെ 2018 മുതൽ നടന്ന വിവിധ പൊതുപരീക്ഷകളുടെ ചോദ്യപേപ്പറുകളിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വീഡിയോ സീരീസിലെ 4ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 4ാമത്തെ ചാപ്റ്ററായ പ്ലാനിങ്ങിലെ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. നമുക്കിനി പ്ലാനിംഗ് എന്ന ചാപ്റ്ററിലുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം 2019 മാർച്ചിൽ ചോദിച്ചതാണ്. 1 മാർക്കിൻ്റെതാണ്. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്ലാൻ വിച്ച് സ്പെസിഫൈസ് ദ സ്റ്റെപ്സ് ടു ബി ക്യാരിഡ് ഔട്ട് ഇൻ ഡിഫറെൻറ്റ് ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ. വ്യത്യസ്ത കാര്യങ്ങൾ ക്രമമായി വിവിധ ഘട്ടങ്ങളിൽ ചെയ്യപ്പെടുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ പ്രോഗ്രാം, ബി പ്രൊസീജിയർ, സി മെത്തേഡ്, ഡി സ്ട്രാറ്റജി. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി പ്രൊസീജിയർ. ജൂൺ 2019 ചോദിച്ച 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് അടുത്തത്. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്ലാൻ ഇൻ വിച്ച് ദ മൂവ്മെൻറ്റ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ഈസ് കൺസിഡേർഡ്. പ്രതിയോഗിയുടെ നീക്കങ്ങളെ പരിഗണിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന പദ്ധതിയുടെ രൂപം ഏത്? ഓപ്ഷൻ എ പോളിസി, ബി സ്ട്രാറ്റജി, സി മെത്തേഡ്, ഡി റൂൾ. കറക്റ്റ് ആൻസർ ബി സ്ട്രാറ്റജി. 2020 ജൂലൈയിൽ ചോദിച്ച 1 മാർക്കിൻ്റെ ചോദ്യമാണ് അടുത്തത്. നെയിം ദ ടൈപ്പ് ഓഫ് പ്ലാൻ റെഫേർഡ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനയിൽ പ്രതിപാദിച്ചിട്ടുള്ള ആസൂത്രണത്തിൻ്റെ തരം ഏതെന്ന് എഴുതുക. എ ഫേം ഡിസൈഡഡ് ടു ഇൻക്രീസ് ഇറ്റ്സ് സെയിൽ ബൈ 20%. ഒരു സ്ഥാപനം അതിൻ്റെ വിൽപ്പന 20% വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിൻ്റെ ഉത്തരം ഒബ്ജക്റ്റീവ്സ്. അടുത്ത ചോദ്യം 2020 നടന്ന മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച 1 മാർക്കിൻ്റെതാണ്. നെയിം ദ ടൈപ്പ് ഓഫ് പ്ലാൻ വിച്ച് ഹാസ് ലീസ്റ്റ് ഫ്ലെക്സിബിലിറ്റി. ഏറ്റവും കുറവ് അയവുള്ള പദ്ധതിയുടെ പേരെഴുതുക. എ പോളിസി, ബി റൂൾ, സി പ്രൊസീജിയർ, ഡി ബജറ്റ്. ആൻസർ ഈസ് ബി റൂൾ. ഒരു 2 മാർക്കിൻ്റെ ചോദ്യമാണ് അടുത്തത്. 2020 മാർച്ചിൽ ചോദിച്ചതാണ്. എക്സ്പ്ലെയിൻ ഹൗ പ്ലാനിംഗ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ്. എങ്ങനെയാണ് ആസൂത്രണം തീരുമാനമെടുക്കാൻ സഹായിക്കുന്നത്? നമുക്കിതിൻ്റെ ഉത്തരം നോക്കാം. പ്ലാനിംഗ് ഇൻവോൾവ്സ് സെറ്റിംഗ് ടാർഗറ്റ്സ് ആൻഡ് പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ ഈവൻറ്റ്സ്, ലുക്ക് ഇൻ ടു ഫ്യൂച്ചർ ആൻഡ് മേക്ക് ചോയ്സ് ഫ്രം എമംഗസ്റ്റ് വേരിയസ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. 3 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് അടുത്തത്. 2018 മാർച്ച് മാസം ചോദിച്ചതാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിംഗിൾ യൂസ് പ്ലാൻ ആൻഡ് സ്റ്റാൻഡിംഗ് പ്ലാൻ വിത്ത് എക്സാമ്പിൾ. സിംഗിൾ യൂസ് പ്ലാനും സ്റ്റാൻഡിംഗ് പ്ലാനും തമ്മിലുള്ള വ്യത്യാസം ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. ഇതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. സിംഗിൾ യൂസ് പ്ലാൻ. എ സിംഗിൾ യൂസ് പ്ലാൻ ഈസ് ഡെവലപ്ഡ് ഫോർ എ വൺ ടൈം ഈവൻറ്റ് ഓർ പ്രോജക്റ്റ്. സച്ച് പ്ലാൻസ് ആർ നോട്ട് ടു ബി റിപ്പീറ്റഡ് ഇൻ ഫ്യൂച്ചർ. എക്സാമ്പിൾ ബജറ്റ്, പ്രോഗ്രാംസ്, പ്രോജക്ട്സ്, എക്സെട്ര. സ്റ്റാൻഡിംഗ് പ്ലാൻ. A standing plan is used for activities that occur regularly over a period of time. Example, policies, procedures, methods and rules. അടുത്തതും 3 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. 2018 ജൂൺ മാസം നടന്ന സേ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ദോ പ്ലാനിംഗ് ഈസ് an important tool of management, yet it is not a remedy to all problems. Explain this statement. പ്ലാനിംഗ് എന്നത് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപകരണമാണെങ്കിലും അത് എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങളുടെ പരിഹാരമല്ല. ഈ പ്രസ്താവന വിശദീകരിക്കുക. നമുക്ക് അടുത്ത ചോദ്യം കൂടി നോക്കാം. 2020 ജൂലൈ മാസത്തിൽ നടന്ന സേ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 5 മാർക്കിൻ്റെതാണ് ഈ ചോദ്യം. എക്സ്പ്ലെയിൻ എനി 5 ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിംഗ്. ആസൂത്രണത്തിൻ്റെ ഏതെങ്കിലും 5 ദോഷങ്ങൾ എഴുതുക. ഈ 2 ചോദ്യങ്ങളുടെയും ഉത്തരം ഒന്നു തന്നെയാണ്. ഇവിടെ എഴുതേണ്ട ഉത്തരം ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിംഗ്. ലീഡ്സ് ടു റിജിഡിറ്റി, മേ നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയോൺമെൻറ്റ്, റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി, ഇൻവോൾവ്സ് ഹ്യൂജ് കോസ്റ്റ്, ടൈം കൺസ്യൂമിങ്, നോട്ട് ഗ്യാരണ്ടി സക്സസ്, ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇതിൽ നിന്നും 3 മാർക്കിൻ്റെ 7ാമത്തെ ചോദ്യത്തിന് ഏതെങ്കിലും 3 പോയിൻറ്സും 5 മാർക്കിൻ്റെ 8ാമത്തെ ചോദ്യത്തിന് ഏതെങ്കിലും 5 പോയിൻറ്സും എഴുതി വിവരിക്കുക. അടുത്ത ചോദ്യം 2020 മാർച്ചിൽ ചോദിച്ച 3 മാർക്കിൻ്റെതാണ്. നെയിം ദ ടൈപ്സ് ഓഫ് പ്ലാൻ ആൻഡ് ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ദ ഫോളോയിങ്.
എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് റിസൾട്ട് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. ബി സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഇൻഫോംസ് വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് വാട്ട് ഈസ് നോട്ട് ടു ബി ഡൺ. താഴെ പറയുന്നവ ഏതുതരം പദ്ധതിയാണ് എന്ന് കണ്ടെത്തി ഓരോ ഉദാഹരണം എഴുതുക. എ സംഖ്യാരൂപത്തിൽ അവതരിപ്പിക്കുന്ന പ്രതീക്ഷിത ഫലങ്ങൾ. ബി എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുതെന്നും സൂചിപ്പിക്കുന്ന പ്രത്യേക പ്രസ്താവന. നമുക്ക് ഉത്തരം എന്താണെന്ന് നോക്കാം. എ ബഡ്ജറ്റ്, സെയിൽസ് ബഡ്ജറ്റ്, ക്യാഷ് ബഡ്ജറ്റ് എക്സെട്ര. ബി റൂൾസ്, നോ സ്മോക്കിംഗ്, നോ അഡ്മിഷൻ, വിത്തൗട്ട് പെർമിഷൻ. ഏതെങ്കിലും ഓരോ ഉദാഹരണം വീതം എഴുതുക. അടുത്ത ചോദ്യം 2018 മാർച്ചിൽ ചോദിച്ച 4 മാർക്കിൻ്റെതാണ്. പ്ലാനിംഗ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ്. കമൻറ്റ് ഓൺ ദ സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഇല്ലുസ്ട്രേറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിംഗ് ഇൻ മാനേജ്മെൻറ്റ്. ആസൂത്രണം എന്നത് വിജയത്തിൻ്റെ ആദ്യ പടിയാണ്. ആസൂത്രണത്തിൻ്റെ പ്രാധാന്യം വിശകലനം ചെയ്ത് പ്രസ്താവന പരിശോധിക്കുക. അടുത്ത ചോദ്യം കൂടി നമുക്ക് നോക്കാം. 2019 മാർച്ച് മാസം ചോദിച്ച 5 മാർക്കിൻ്റെ ചോദ്യമാണ് അടുത്തത്. ദിസ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ സീക്സ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ. ഇപ്പോൾ നമ്മൾ എവിടെയാണ് എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നത് എന്നിവയുടെ അകലം കുറയ്ക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ ധർമ്മമാണ് ഇത്. ഐഡൻറ്റിഫൈ ദ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. എക്സ്പ്ലെയിൻ എനി 4 ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ഈ ധർമ്മം ഏതാണെന്ന് തിരിച്ചറിയുക. ഈ ധർമ്മത്തിൻ്റെ ഏതെങ്കിലും 4 പ്രാധാന്യങ്ങൾ വിവരിക്കുക. ഇനി നമുക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് കടക്കാം. 11ാമത്തെ ചോദ്യത്തിന് എ പ്ലാനിംഗ് എന്നെഴുതുക. 10ാമത്തെ ചോദ്യത്തിനും 11ാമത്തെ ബി ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിംഗ് ആണ് എഴുതേണ്ടത്. താഴെ പറയുന്നതിൽ ഏതെങ്കിലും 4 പോയിൻറ്റ്സ് ലഘു വിവരണത്തോടു കൂടി എഴുതുക. പ്ലാനിംഗ് പ്രൊവൈഡ്സ് ഡയറക്ഷൻസ്. പ്ലാനിംഗ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. പ്ലാനിംഗ് റെഡ്യൂസസ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. പ്രൊമോട്ട്സ് ഇന്നൊവേറ്റീവ് ഐഡിയാസ്. ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ്. എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ് ഫോർ കൺട്രോളിംഗ്. അടുത്ത 4 മാർക്കിൻ്റെ ചോദ്യം 2018 ജൂൺ മാസത്തിൽ നടന്ന സേ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. റൈറ്റ് 1 എക്സാമ്പിൾ ഓഫ് ദ ഫോളോയിങ് പ്ലാൻസ്. താഴെ പറയുന്ന പദ്ധതികൾക്ക് ഓരോ ഉദാഹരണം എഴുതുക. എ റൂൾ, ബി പോളിസി, സി പ്രോഗ്രാം, ഡി ഒബ്ജക്റ്റീവ്. നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. റൂൾ നോ സ്മോക്കിംഗ്. പോളിസി പ്രൊമോഷൻ ഈസ് ബേസ്ഡ് ഓൺ മെറിറ്റ് ഓൺലി. പ്രോഗ്രാം ട്രെയിനിങ് പ്രോഗ്രാം ടു എംപ്ലോയീസ്. ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ 100% റിസൾട്ട്. ഓരോ തരത്തിലുള്ള പ്ലാനിനും ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു ഉദാഹരണം എഴുതുക. അടുത്തത് 5 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. 2019 ജൂൺ മാസം ചോദിച്ചതാണ്. ഗിവ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എനി 5 ടൈപ്പ് ഓഫ് പ്ലാൻസ്. ഏതെങ്കിലും 5 തരം പദ്ധതികളെക്കുറിച്ച് വിവരിക്കുക. നമുക്ക് ഉത്തരം നോക്കാം. ടൈപ്പ് ഓഫ് പ്ലാൻസ്: ഒബ്ജക്റ്റീവ്സ്, പോളിസി, പ്രൊസീജിയർ, സ്ട്രാറ്റജി, റൂൾ, മെത്തേഡ്സ്, പ്രോഗ്രാംസ്, ബഡ്ജറ്റ്സ്. ഇതിൽ നിന്നും ഏതെങ്കിലും 5 പോയിൻറ്റ്സ് എഴുതി വിവരിക്കുക. ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണിത്. 2020 മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച 5 മാർക്കിൻ്റെ ചോദ്യമാണ്. എക്സ്പ്ലെയിൻ എനി 5 ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിംഗ്. ആസൂത്രണത്തിൻ്റെ ഏതെങ്കിലും 5 പ്രത്യേകതകൾ എഴുതുക. നമുക്ക് ആൻസർ നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിംഗ് ഏതെങ്കിലും 5 എണ്ണം. പ്ലാനിംഗ് ഫോക്കസസ് ഓൺ അച്ചീവിംഗ് ഒബ്ജക്റ്റീവ്സ്. പ്ലാനിംഗ് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. പ്ലാനിംഗ് ഈസ് പെർവേസീവ്. പ്ലാനിംഗ് ഈസ് കണ്ടിന്യൂസ്. പ്ലാനിംഗ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക് ഓർ ഫോർവേഡ് ലുക്കിംഗ്. പ്ലാനിംഗ് ഈസ് എ മെൻ്റൽ എക്സസൈസ്. ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഓർഗനൈസിംഗ് എന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.